ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോ സ്ലേറ്റ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഇന്നിപ്പോ നാളെ ജാഥ നടക്കുന്നുണ്ട്, എല്ലായിടത്തും ബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ട് സ്ലേറ്റ് പദ്ധതി. ഇത് ആരോപണം ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കോ ഇത് ആരോപണം പറയിപ്പിച്ച മുൻ MLAക്ക് ഈ പദ്ധതിനെ കുറിച്ച് അറിയില്ല. ഇത് സെന്റ് തെരേസസ് കോളേജ് സ്കൂളിലും ഈ പദ്ധതി എന്ന് പറയുന്നത് നമ്മളുടെ വേൾഡ് ബാങ്കിന്റെ യുനെസ്കോയുടെ UN-ന്റെ പ്രത്യേക പദ്ധതി പ്രകാരം സർക്കാർ സ്കൂളുകളിലും അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിലും വിദ്യാർത്ഥികളുടെ പ്രത്യേക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ആ ഒരു പാഠ്യ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് എന്താ, സ്കൂളുകളിൽ ഇപ്പോൾ നമുക്ക് എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, മാത്സ് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായിട്ടുള്ള അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട്. അത് കൂടാതെ ഇവർക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ചെല്ലാം ആധികാരികമായിട്ട് അറിയുന്നതിനും കൂടുതൽ ആളുകളെ അറിയുന്നതിനും പുറത്തുള്ള അധ്യാപകരുടെയും അല്ലെങ്കിൽ അതിൽ സാങ്കേതിക വിദഗ്ധരുടെയും പ്രത്യേക സേവനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. നമ്മൾ ഒരു കെട്ടിടം പണിയാൻ വളരെ എളുപ്പമാണ്. ഒരു കെട്ടിടം പണിത് വെച്ച് കഴിഞ്ഞാൽ BPCL-ന്റെ അടുത്ത് ഇപ്പോൾ MLA എന്നൊരു പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും, വളരെ എളുപ്പമാണ്. പക്ഷെ ഈ പദ്ധതി പാസ്സാകാൻ BPCL-ന്റെ ഇവിടുത്തെ മീറ്റിംഗ് മാത്രം ഏതാണ്ട് 10-12 മീറ്റിംഗ് കൂടി, അതിനുശേഷം അവരുടെ ബോംബെ ഓഫീസിൽ 3-4 മീറ്റിംഗ് കൂടി, അവസാനമാണ് ഈ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയത്. അങ്ങനെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ BPCL-ഉം കൊച്ചിൻ നമ്മുടെ സെന്റ് തെരേസസ് കോളേജുമായിട്ടാണ് ഇതിന്റെ എഗ്രിമെന്റ് എല്ലാം വെച്ചിരിക്കുന്നത്. ഇതിൽ MLAക്ക് റോളില്ല. ഇതിൽ ഒരു പൈസ പോലും ഞാൻ എന്റെ അക്കൗണ്ടിലേക്കോ MLA ഓഫീസിലേക്കോ എത്തുന്നില്ല. ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് സെന്റ് തെരേസസിന് ഈ പൈസ എത്തുന്നുള്ളൂ. ഇതിപ്പോ യൂത്ത് കോൺഗ്രസിന് ഇലക്ഷൻ ആയി കഴിഞ്ഞപ്പോ കഴിഞ്ഞ 5 വർഷക്കാലം 1 രൂപയുടെ പോലും അഴിമതി ആരോപണം പറയാൻ പറ്റാത്തതുകൊണ്ട് അവരൊരു പ്രത്യേക ഇപ്പൊ ഞാൻ നാളെ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഇതിന്റെ പുറകിലുള്ളത്. ആ പഞ്ചായത്ത് മെമ്പറെ ഏതായാലും ഞാൻ പോലീസിൽ പരാതി കൊടുക്കുന്നുണ്ട്. ഒരു വക്കീൽ നോട്ടീസും ഒന്ന് പറഞ്ഞേക്ക് ചെന്നേക്ക്. വെറുതെ ഒരു ആരോപണം. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം, 1 രൂപയുടെ അഴിമതി ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാനം ഇന്ന് രാജിവെക്കാന്ന് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. വെറുതെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം ഒന്നുപോലും ഒരു വിമർശനം പോലും ഉന്നയിക്കാത്ത ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞപ്പോൾ മുൻ MLAയുടെ നേതൃത്വത്തിൽ ആ മുൻ MLA എന്തുകൊണ്ടാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്ന് നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞേക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കോവിഡ് കാലത്ത് അദ്ദേഹം BPCL-ന്റെ കയ്യിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് അരി മേടിക്കാൻ എന്ന പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ BPCL-ന്റെ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്, ഇവരുടെ മണ്ഡലം പ്രസിഡന്റ് ഇവരുടെ പാർട്ടിക്കാരായ ആളുകൾക്ക് അരി മേടിച്ച് അവർക്ക് കൊടുത്തു. അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹി ഇതിനെതിരെ പരാതി കൊടുത്തു. നമ്മളൊന്നുമല്ല പരാതി കൊടുത്തു, അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന ജില്ലാ ഭാരവാഹി ഇതിനെതിരെ വിജിലൻസിന് പരാതി കൊടുത്തു. വിജിലൻസിന്റെ 3-4 വട്ട ചർച്ച കഴിഞ്ഞ് ഗവൺമെന്റിന്റെ സ്പെഷ്യൽ സാങ്ഷനോടുകൂടി വിജിലൻസിന്റെ മൂവാറ്റുപുഴ കോടതി മുൻ MLA പ്രതി ചേർത്ത് കേസ് എടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ കേസെടുത്ത് നടന്നുകൂടെ. അപ്പോ മുൻ MLAയും അന്നത്തെ അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥനും പ്രതി ചേർത്തുകൊണ്ട് ഇപ്പൊ കേസായി. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു വൈകുന്നേരം ചായ കുടിയണോ വേറെ എന്തെങ്കിലും കുടിച്ചിരുന്നപ്പോഴോ എന്ന് എനിക്കറിയില്ല, ഒരു പെട്ടെന്ന് എന്നാ സ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, അതിൽ MLA-നെ ഇങ്ങോട്ട് ചേർത്ത് ഒരു ആരോപണം ഉന്നയിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഇവരുടെ വിചാരം സ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഏതോ ബോധം കെട്ട് വീണു എന്ന് ആയിരിക്കാം ഇവരതൊക്കെ പറഞ്ഞു നടക്കുന്നത്. എന്റെ പോരാട്ടം എന്ന് പറയുന്നത്, ഞാൻ പോരാടിയിട്ടുണ്ട് ഇവിടുത്തെ 2020 പ്രസ്ഥാനത്തിന് 2020 പ്രവർത്തകരോടല്ല ഞാൻ പോരാടിയിരിക്കുന്നത്. ശ്രീ സാബു ജേക്കബിന്റെ നിലപാടുകളെ, രാഷ്ട്രീയ നിലപാടുകൾ അത് സംഘപരിവാർ നിലപാടുകൾ ആയിരിക്കുമെന്ന് 2021 തന്നെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതേതാണ്ട് ഇപ്പോ സത്യമായി ഇല്ലേ? സാധാരണക്കാരായിട്ടുള്ള നിരവധി 2020 പ്രവർത്തകർ അതിൽ ദുഃഖിതരാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരു കാര്യവും പറയാനുള്ള, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ അടുത്ത് വേണമെങ്കിൽ പറഞ്ഞേക്കട്ടോ. എല്ലാ സ്ഥലത്തും അവർക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് നമ്മളുടെ മുന്നണി.
തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ മന്ത്രിയുടെ നിയമസഭയിൽ ബഡ്ജറ്റ് പ്രസംഗം, അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിലുടനീളം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. അതിലെല്ലാം പറയും എങ്ങനെ സഖാവ് ഇങ്ങനെ നിങ്ങളൊരു ബഡ്ജറ്റ്, കാരണം അത്രത്തോളം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ജനങ്ങളെ അറിയുന്ന, ഇപ്പോ UDF-കാര് പറയുന്നത് എന്താ, ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഈ പദ്ധതി എങ്ങനെയാണ് ഇത് നടപ്പിലാക്കണമെന്ന് അടുത്ത വർഷം അവർ പറയുന്നത്, ഞങ്ങളെങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം പറഞ്ഞത് നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ് നമുക്കുള്ളത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, കഴിഞ്ഞ 5 വർഷം ഇവിടെ MLA ആയിരിക്കുമ്പോൾ, ആദ്യത്തെ 2021 MLA ആയിരിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ. കാരണം കേന്ദ്ര സർക്കാരിന്റെ ഇത്രയും അവഗണന ഉള്ളപ്പോ എങ്ങനെയായിരിക്കും നമ്മുടെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ? ആളുകളുടെ പ്രതീക്ഷ അത്രത്തോളം ഉണ്ടായിരുന്നു. അവിടെയാണ് നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മളുടെ മണ്ഡലത്തോട് ഇവിടെ നമ്മുടെ പാർട്ടി ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് ഇപ്പൊ കോലഞ്ചേരി ബൈപ്പാസ് 2023 ബഡ്ജറ്റിൽ 6 ബൈപ്പാസുകൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിൽ ഒരു ബൈപ്പാസ് ഇന്നലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞപ്പോൾ അവസാനം ഞാൻ എഴുതി കോലഞ്ചേരി ബൈപ്പാസ് അതിൽ, അപ്പോ അദ്ദേഹം ഉറപ്പ് നൽകിയുണ്ട്. ഇപ്പൊ അതിന് ഡിസൈൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതി ഡിസൈൻ വർക്ക് കഴിഞ്ഞു. ഇപ്പൊ കിബിയില് ആ പ്രൊജക്ട് ഓണായിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോ അവരുടെ പരിഗണനയിലാണ്. ഞാൻ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞു, സഖാവെ, മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നാണ് കോലഞ്ചേരി. ആ കോലഞ്ചേരി ബൈപ്പാസ്, അപ്പോൾ ഞാൻ ദേവാശൻ സഖാവിന്റെ അടുത്തും ഇടയ്ക്ക് പറയാറുണ്ട്, ഇവര് പഴയ കൂട്ടുകാരായതുകൊണ്ട്. അപ്പൊ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ പദ്ധതി ഉറപ്പായിട്ട് നടപ്പിലാക്കും. അങ്ങനെ ഓരോ വിഷയത്തിലും നമ്മുടെ മണ്ഡലത്തിനെ കരുതലെടുപ്പോ PWD റോഡുകൾ, ഏകദേശം PWD വർക്കുകൾ മാത്രം, റോഡുകളും ബിൽഡിങ്ങുകളും സ്കൂളുകളും മാത്രം ഏകദേശം 300 കോടി രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഞാൻ മറ്റു രാഷ്ട്രീയങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഏൽപ്പിച്ച ദൗത്യം, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എങ്കിൽ ആ കാര്യത്തിൽ ഞാൻ നീതി കാണിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ആളുകളുടെയും ജനങ്ങളുടെ അടുക്ക് ഇപ്പൊ ചികിത്സാ സഹായം, ഏകദേശം 15 കോടി രൂപയുടെ ചികിത്സാ സഹായം മാത്രം നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഞാനിപ്പോ KK എടുത്ത് പറയുകയായിരുന്നു, ഞാൻ ലിസ്റ്റ് KKനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം 100 കണക്കിന് പദ്ധതികൾ ആ നടപ്പിലാക്കിയതിന്റെ തുക സഹിതം ഞാൻ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതെല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ, ഓരോന്ന് എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. ഏതായാലും എന്നെ ഏൽപ്പിച്ച ദൗത്യം, കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിച്ചു. ഇനിയും നമ്മുടെ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. കഴിഞ്ഞ 10 വർഷം നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമുക്കത് നടപ്പിലാക്കാൻ കഴിഞ്ഞതെന്നുള്ളൊരു ബോധ്യം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, അത് മറ്റുള്ള ആളുകളിലേക്ക് കൂടി നമുക്ക് എത്തിക്കാൻ കഴിയണം. ആ എത്തിക്കുന്നതിനുള്ള ദൗത്യമാണ് ഈ ജാഥ. ഈ 3 ദിവസം 6, 7, 8 തീയതികളിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സഹാക്കളുടെടുത്തും ജനങ്ങളുടെ അടുത്തും നമുക്ക് പറയാനുള്ളത് ഈ നാടിന്റെ വികസനമാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ പെട്രോ കെമിക്കൽസ് പാർക്ക് 1300 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ളതിലേക്ക് 300-400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ ഒരു 100-200 മീറ്റർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇൻഫോ പാർക്കിന്റെ 3ാം ഘട്ട വികസനം നമ്മുടെ കുന്നത്താട് കിഴക്കമ്പലം മേഖലയിലാണ്. 300 ഏക്കറാണ് അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നത്. അതിന്റെ ഇപ്പോൾ അതുകൂടാതെ ഇപ്പൊ നമ്മുടെ ആലുവ മൂന്നാർ റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കടന്നു പോകുന്ന ചെമ്പറയ്ക്ക് ആ ഭാഗത്തു കൂടിയാണ്. 652 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി മാത്രം ചെലവഴിച്ചിരിക്കുന്നത്. അതുകൂടാതെ ദേശീയപാത പദ്ധതി ഏകദേശം 1200 കോടി രൂപയാണ്. ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് മൂന്നാർ വരെയുള്ള റോഡിൽ നമ്മുടെ ഭാഗമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. വാളകം വരെ നമ്മുടെ മണ്ഡലമാണ്. നല്ല മനോഹരമായിട്ടുള്ള റോഡ്, അതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഈ എല്ലാ പദ്ധതികളിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റേതായ റോളുകളുണ്ട്. ആ റോളുകൾ കൃത്യമായിട്ട് ഇപ്പൊ ആലുവ നമ്മുടെ കുണ്ടന്നൂര് അങ്കമാലി ബൈപ്പാസിന്റെ ആ പദ്ധതിയും
ഇപ്പോൾ ഗവൺമെന്റ് പരിഗണനയിലുള്ളതാണ്. അതും വരുമ്പോൾ ഈ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനമായിരിക്കും വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാകുക. ആ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.